വൺ തോട്ട് ഫോർ ദ ഡേ. ഇന്നത്തെ തോട്ട്, പേഷ്യൻസ് നമ്മളോട് പറയലുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. കുറച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തിൻ്റെ വ്യത്യാസങ്ങൾ വന്ന് കാണുമ്പോൾ ചോദിക്കലുണ്ട് എന്താ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണം കട്ട് ചെയ്യണം, കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഭക്ഷണം നിർത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയായ രീതിയല്ല. അവർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിന്നർ കഴിക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ആയിട്ട് വെയിറ്റ് ഇത്ര കുറച്ചു ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാവുകയാണ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് കുറയുക, അനീമിക് ആവുകയാണ്. നമ്മുടെ ഹെൽത്ത് ഒറ്റ താഴ്ന്നു പോകലാണ് അതിൻ്റെ ലെവൽ. ഈ ലെവൽ താഴ്ന്നു പോയിട്ട് ഡിറ്റീരിയറേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെനക്കെടാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്താണ്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പോയിട്ട് മനസ്സിലാക്കി എക്സസൈസും ഭക്ഷണവും പ്ലസ് മരുന്നുകളും എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഹെൽത്തി വെയിറ്റ് ലോസ് ആണ് വേണ്ടത്. അല്ലാണ്ട് കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ലോസ് ചെയ്തിട്ട് പിന്നെ ഒക്കെ ബൗൺസ് ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മോശമാവുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയായ രീതിയല്ല. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ശരീരം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ബോഡീനെ പറ്റിയിട്ടുള്ള കോൺഫിഡൻസും നിങ്ങൾക്കാണ് വേണ്ടത്. അത് എക്സസൈസ് ചെയ്തിട്ടും കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അല്ലാണ്ട് പട്ടിണി കിടന്നിട്ട് ചെയ്യാൻ നിൽക്കരുത്. സോ താങ്ക് യു വെരി മച്ച്.